നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാവങ്ങൾ പഠിച്ചു, ഗ്രഹങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ദശ പഠിച്ചു, അപഹാരങ്ങളെക്കുറിച്ച് അതിൻ്റെ ഫലങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് പഠിച്ചു, അതിനെ ഗോചരവുമായിട്ട് എങ്ങനെയൊക്കെ ചിന്തിക്കാമെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ ഭാവങ്ങളെ വെച്ചിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഒരാളുടെ ജാതകം കണ്ടാൽ എങ്ങനെ അയാളൊരു ആരോഗ്യമുള്ള ആളായിരിക്കും എന്നെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പലരുടെയും ശരീരം കാണുമ്പം അവർക്ക് ആരോഗ്യമുള്ളതായിട്ട് തോന്നും, പക്ഷെ അവർക്ക് നിരന്തരമായിട്ട് രോഗം വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്നാൽ ഭയങ്കര തടിയൊക്കെ ഉള്ളവരുടെ ശരീരം പലപ്പോഴും വലിയ രോഗങ്ങളുള്ളതായിട്ടും കണ്ടിട്ടില്ല. ഈ കോസ്മെറ്റിക് കമ്പനികൾ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഹെൽത്തി ബോഡി എന്ന് പറയുന്ന ഇതിനപ്പുറമായിട്ട് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഹെൽത്തി ബോഡി ആയിട്ടുള്ള ആൾക്കാർക്ക് പലർക്കും വലിയ വലിയ അസുഖങ്ങൾ നിരന്തരമായിട്ട് വേട്ടയാടുന്നുണ്ട്. ഓരോ ബോഡിയുടെയും ശൈലിക്കനുസരിച്ചല്ല വാസ്തവത്തിൽ രോഗങ്ങൾ ഉണ്ടാവുന്നത്. രോഗങ്ങൾ നമ്മുടെ ശരീരവും ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രോഗവും ആരോഗ്യവും ഇരിക്കുന്നത്. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതയെന്ന് ഒരു പ്രമാണമുണ്ട്. അപ്പം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വാസ്തവത്തിൽ ജ്യോതിഷം പറയുന്നത്. അപ്പം എന്താണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, കർമ്മ ലൂപ്പ് ചുരുളി പോലെയാണ്. നമ്മളുടെ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങൾ അനുഭവിക്കണം എന്നുള്ളത് നമ്മൾ പൊതുവെ പറയുന്ന ആരോഗ്യത്തിൻ്റെ ഒരു മാനദണ്ഡം വെച്ചല്ല അത് വരുന്നത്. അതെങ്ങനെയാണ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ജ്യോതിഷ വിദ്യാർത്ഥികളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഫലപ്രവചനത്തിലേക്ക് ചെല്ലുമ്പം ആ വ്യക്തിക്ക് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മുന്നിൽ പലപ്പോഴും ലോജിക്കുകൾ ഉണ്ടാവാറില്ല. ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള പലരും ആത്മഹത്യ ചെയ്യുന്നു. വളരെ ആരോഗ്യമായിട്ട് ജിമ്മിലും ഒക്കെ പോയിട്ട് എക്സസൈസ് ചെയ്ത് ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നു. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നിരീക്ഷിക്കണം. ഈ പ്രപഞ്ചം, ദ ഹോൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ചലനാത്മകമാണ് എന്നുള്ളത് അറിയാമല്ലോ. ചലിച്ചുകൊണ്ടിരിക്കുന്നു, സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു ടൈം സ്പേസ് ബന്ധത്തിലാണ് പോകുന്നത്, കാലദേശാടിസ്ഥാനത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കാലദേശാടിസ്ഥാനത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആപേക്ഷികവുമാണ്, റിലേറ്റീവുമാണ്. ഇന്ന് ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഊർജാവസ്ഥയ്ക്ക് മുകളിൽ ചലനമില്ലാത്ത ഒരു ശുദ്ധബോധാവസ്ഥയുണ്ട്. അതിനെ പരാവസ്ഥ എന്ന് പറയുന്നു. ആ പരാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ പരാശക്തി, പര ഈശ്വരൻ അല്ലെങ്കിൽ പരശിവൻ അല്ലെ പരമേശ്വരൻ അല്ലെങ്കിൽ മഹാവിഷ്ണു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ശുദ്ധബോധം അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ്നെസ്, അൺമാനിഫെസ്റ്റഡ് കോൺഷ്യസ്നെസ് എന്നൊക്കെ അതിനെ വിളിക്കാം. ആ ഹയർ സ്റ്റേറ്റ് ആയിട്ടുള്ള ശിവം അല്ലെങ്കിൽ അൺമാനിഫെസ്റ്റഡ് ബോധത്തിനുള്ളിലാണ് ചലനാത്മകമായിട്ടുള്ള ഈ യൂണിവേഴ്സ് നിലകൊള്ളുന്നത്. ഈ പ്രപഞ്ചം ഊർജനിർമ്മിതമാണ് എന്നറിയാം. ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുള്ളത് കാര്യമാണ്. ഭഗവത്ഗീതയിലും അതുപോലെ പറയുന്നുണ്ട്, ആധുനിക ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട്, എനർജി ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നൊക്കെ. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ആകെയുള്ള ഊർജം എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് സ്റ്റേറ്റിലായിരിക്കും. ദ ടോട്ടൽ എനർജി ഓഫ് ദ യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ്. അതൊരു കോൺസ്റ്റൻറ്റ് സ്റ്റേറ്റിലായിരിക്കും. അതിൻ്റെ ഓരോ സ്ഫുരണങ്ങൾ മാത്രമാണ് നമ്മളെല്ലാവരും. ആ നമ്മളുടെ ശരീരവും നമ്മുടെ ആത്മാവും നമ്മുടെ ബോധവും പരസ്പരം ഈ ഊർജത്തിൻ്റെ ഒരു എൻറ്റാങ്കിൾമെൻറ്റിൽ കണക്റ്റഡായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ് സത്യം. ആ കണക്ഷൻ വിട്ടുപോകുമ്പോൾ, ആ സത്ത് വിട്ടുപോകുമ്പോഴാണ് നമ്മൾ പറയുന്നത് ചത്തുപോയി എന്ന്. പിന്നെ ഇത് സർവൈവ് ചെയ്യാനോ ആ ഒരു ചലനമോ അല്ലെങ്കിൽ ഇതായോ നിൽക്കുന്നില്ല. ഒന്ന് മറ്റൊന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ യൂണിവേഴ്സിലെ ഈ ശരീരത്തിൽ ഓരോ നിമിഷവും ഓരോ കോശങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടുമിരിക്കുന്നു. അതെങ്ങനെ ഇത്ര ഉറപ്പിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ കണ്ടാൽ മതി. കുട്ടിക്കാലത്തെ ഫോട്ടോയും നമ്മുടെ ഇപ്പോഴത്തെ ഫോട്ടോയും തമ്മിൽ എന്ത് വ്യത്യാസമായിരിക്കും. ഒരു 10 വർഷം കഴിയുമ്പം നമ്മുടെ രൂപം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഊഹിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ
ഊർജത്തിൻ്റെ സഞ്ചാരത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ സദാ കോശങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഒരു ചലനമാണ്, ചലനാത്മകമാണ് ഇത്. അപ്പം ശരീരമുണ്ടെങ്കിൽ, ശരീരം ചലിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു മനസ്സുണ്ടാവും, അല്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ മനസ്സിലാണ് ശരിക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. ആഗ്രഹങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പം സദ്വാസനകളും ധാർമ്മിക ബോധങ്ങളും നമ്മളെ നല്ല രീതിയിലേക്കും, മോശം ചിന്തകളും മോശം കാര്യങ്ങളും ടോക്സിക്കായിട്ടുള്ള അവസ്ഥകളിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമായ കാര്യമാണ്. വാസ്തവത്തിൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സുഖത്തിന് വേണ്ടി തന്നെയല്ലേ. അപ്പോൾ ആ സുഖമില്ലെങ്കിൽ, ശാന്തിയും സമാധാനവും ഇല്ലെങ്കിൽ എവിടെയാണ് സുഖം ഉണ്ടാവുന്നത്? ശരിക്കും ഭഗവാൻ ഭഗവത്ഗീതയിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അർജുനൻ്റെ അടുത്ത്, അശാന്തസ്യ കുതസുഖം, ശാന്തി ഇല്ലാത്തവൻ എവിടെയാണ് സുഖം എന്നുള്ളത്. അപ്പം 3 തരത്തിലുള്ള സുഖങ്ങളുണ്ട്. ഒന്ന് മനസുഖം, മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും. രണ്ടാമത്തേത് ശാരീരിക സുഖമാണ്. മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ശരീരത്തെയും, ശരീരത്തിനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിനെയും സ്വാധീനിക്കുമല്ലോ, അറിയാമല്ലോ അത്. അപ്പം ഇത് കൂടാതെ ആത്മസുഖം എന്ന് പറയുന്ന, ആത്മലയം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. സറ്റിലും ഗ്രോസും ലെവലിനപ്പുറമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതെല്ലാവർക്കും ഒരു ജന്മത്തിൽ അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എന്നാൽ പോലും നമ്മൾ സുഖം എന്ന് പറയുമ്പോൾ ശാരീരികമായ സുഖവും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സുഖവുമാണ് കാണുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ശാരീരിക സുഖമാണ്. മനുഷ്യൻ ബേസിക്കലി സുഖകാംക്ഷി ആയതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള സുഖവും കിട്ടിയാൽ വളരെ സന്തോഷം എന്ന് നമ്മൾ പറയും. അതൊരു ദൈവാധീനമാണ് വാസ്തവത്തിൽ. അവ്യാധിഗാത്രം അനുകൂലതരം, വ്യാധിയില്ലാത്തൊരു ശരീരം ഒരാളുടെ ഏറ്റവും വലിയ ദൈവാധീനങ്ങളിൽ ഒന്നാണ്. അവ്യാധിഗാത്രം അനുകൂലതരം കളത്രം. അടുത്ത ഭാഗ്യമായിട്ട് പറയുന്നത് അയാളുടെ പാർട്ട്ണർ വളരെ സപ്പോർട്ടീവായിട്ടും കൂടെ നിൽക്കുന്ന ഒരാളും ചേർന്ന് നിൽക്കുന്ന ഒരാളും റോയലിറ്റിയും മൊറാലിറ്റിയും സപ്പോർട്ടീവും ട്രസ്റ്റ് വർത്തിയും ഒക്കെ ആയിട്ടുള്ളൊരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ദൈവാധീനമാണ്. ആരോഗ്യമുള്ള ശരീരം പോലെ തന്നെയാണ് അത്. അങ്ങനെ ഒരു ആളെ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആണിന് പെണ്ണും പെണ്ണിന് ആണും, ആ ഒരു പാർട്ട്ണർഷിപ്പ് വരുന്ന ആളെന്ന് പറയുന്നത് അത്രയും ഒരാളെ സപ്പോർട്ട് ചെയ്യാനും വളർത്തിയെടുക്കാനും പറ്റും. അപ്പം കളത്രം വേശ്മ പ്രശസ്ത വിഭവം വിപുലാശ്ച വിദ്യ ശ്ലാഘ്യം കുലം. അതായത് പ്രശസ്ത വിഭവങ്ങളോട് കൂടിയിട്ടുള്ളതും അനുഗ്രഹങ്ങളുള്ളതും നല്ല അച്ഛനമ്മമാർക്കും, ജാതിയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ധർമ്മബോധം പറഞ്ഞു കൊടുക്കുന്ന അച്ഛനമ്മമാർക്ക് ജനിക്കുക എന്ന് പറയുന്നതും, അത് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നതും ഒരു മഹാഭാഗ്യമാണ്. പിന്നെ വിപുലാശ്ച വിദ്യ, അതായത് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. ശ്ലാഘ്യം കുലം ചരമകാലഗതി പ്രശസ്താം. വയസ്സാം കാലത്ത് പ്രശസ്തനായിട്ടും മറ്റുള്ളവരിൽ നിന്ന് നല്ല പേരുകളൊക്കെ സമ്പാദിച്ചും സുഖമരണം സംഭവിക്കാനും കഴിയുകയാണെങ്കിൽ, അതായത് ആരോഗ്യമുള്ള ശരീരം, നല്ല പാർട്ട്ണർ, അത്യാവശ്യം നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കുക, ധർമ്മബോധം പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിച്ചും മറ്റുള്ളവരെ തട്ടിയെടുത്തും ഒന്നും ജീവിതത്തിൻ്റെ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെയും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന, നല്ല രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്ന, നല്ല പേരൻറ്റിങ് നൽകുന്ന അച്ഛനമ്മമാർക്ക് ജനിക്കാനുള്ള ഭാഗ്യം, നമുക്കൊരു സാഹചര്യം, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം നമ്മുടെ പൂർവികർ ചെയ്തു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ ചെയ്തു വെച്ചിട്ടുള്ള സദ്ഗുണങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു നല്ല പേരും പ്രശസ്തിയും സപ്പോർട്ടും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടാൻ ഭാഗ്യമുണ്ടാകുന്ന ഒരു കുലത്തിൽ ജനിക്കാൻ കഴിയുക എന്നുള്ളതും, എല്ലാത്തിനും ഉപരി സ്വന്തം ജീവിതം നന്നായിട്ട് ഉപയോഗിച്ച് അവസാന കാലമാവുമ്പോൾ സുഖമരണം വരിക എന്നുള്ളതും സംഭവിക്കണമെങ്കിൽ ശംഭു പ്രസാദ പരിണാമ വിഭൂതിരേഷ, ശംഭുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് എന്നാണ് പ്രമാണങ്ങൾ പറയുന്നത്. വളരെ വിശാലമായിട്ട് ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രമാണമാണിത്. പ്രത്യേകിച്ച് 6ാം ഭാവത്തിൻ്റെ ഫലമൊക്കെ പറയുമ്പം മഹാന്മാരായിട്ടുള്ള അസ്ട്രോളജേഴ്സൊക്കെ എടുത്തിട്ട് ഇത് കീച്ചുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിതിവിടെ പറഞ്ഞത്
ഈ ശ്ലോകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമാണ്. കാരണം ഇത്രയും ഈ ശ്ലോകത്തിൽ ഉള്ളടക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരാൾക്ക് കിട്ടിയിട്ടും അയാൾ രക്ഷപ്പെടുന്നില്ലെങ്കിൽ ആക്ച്വലി അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവ്യാധി ഗാത്രം അനുകൂലതര എന്നുള്ള ആ ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം, ശാരീരിക ആരോഗ്യം. ഇനി നമുക്ക് ജ്യോതിഷം ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ കാണും എന്ന് നോക്കാം. ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? 1-ാം ഭാവത്തിൻ്റെ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വേണം ഇത് കാണാൻ. അപ്പം ദേഹത്തിൻ്റെ ആരോഗ്യം ബേസ് ചെയ്തിരിക്കുന്നത് ലഗ്നത്തെയാണ്. ലഗ്നാധിപൻ എന്നിവയുടെ ബലമാണ് ഇതിൻ്റെ അടിസ്ഥാനം. 1-ാം ഭാവാധിപൻ ലഗ്നം 5ഉം 9ഉം ഭാവാധിപനോട് യോഗം ചെയ്ത് 5ലോ 9ലോ നിൽക്കുക, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിൽക്കുകയോ ബലവാനായി നിൽക്കുകയോ ചെയ്താൽ അയാൾ ആരോഗ്യവാനായിരിക്കും. ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ നിന്നാൽ ആരോഗ്യമുള്ള ആളായിരിക്കും. ലഗ്നാധിപൻ തൻ്റെ സ്വന്തം നക്ഷത്രത്തിൽ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിന്നാൽ അയാൾക്ക് ശാരീരിക ആരോഗ്യം ഉള്ള ആളായിരിക്കും എന്നുള്ളതാണ് ഒരു പൊതു അനുഭവം. ലഗ്നാധിപൻ 5-9മായി ബന്ധപ്പെട്ടാൽ 5-ാം ഭാവത്തിൽ നിൽക്കുകയോ 9-ാം ഭാവത്തിൽ നിൽക്കുകയോ അല്ലെങ്കിൽ 5-9 ഭാവാധിപന്മാരുമായിട്ട് യോഗം ചെയ്ത് കേന്ദ്രത്തിലോ ത്രികോണത്തിലോ തന്നെ നിൽക്കുകയോ ചെയ്താൽ 5-ാം ഭാവത്തിൻ്റെ 9-ാം ഭാവത്തിൻ്റെ ബന്ധം വന്നാൽ പൂർവ്വ പുണ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാൾക്ക് ഈ ജന്മം ശാരീരിക ആരോഗ്യം ഉണ്ടാവും എന്നുള്ളതും ഓർക്കുക. അതിന് തത്തുല്യമായിട്ടുള്ള ഒരു കുടുംബത്തിൽ വന്ന് ജനിക്കും, അതിന് തത്തുല്യമായിട്ടുള്ളൊരു DNA കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു അച്ഛനമ്മമാർക്കൊക്കെ ആയിരിക്കും ജനിക്കുന്നത്. ഇനി രണ്ടാമത്തത് ആരോഗ്യക്കുറവ് പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. എളുപ്പം പറഞ്ഞാൽ 1-ാം ഭാവാധിപൻ 6-ൽ, 6-ാം ഭാവാധിപൻ 1-ൽ, 1ഉം 6ഉം തമ്മിലുള്ള പരസ്പര പരിവർത്തനം ഒരാളുടെ അൺഹെൽത്തിയെ ആയിട്ടുള്ള ഒരു ശരീരത്തെ സൂചിപ്പിക്കുന്നു. 1-ാം ഭാവാധിപൻ 6-ൽ, 6-ാം ഭാവാധിപൻ 1-ൽ നിന്നാൽ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾ അയാൾക്ക് നിരന്തരമായിട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ 6-ാം ഭാവാധിപനും ലഗ്നാധിപനുമായിട്ട് ബന്ധം വരികയും ശനിയും രാഹുവുമായിട്ട് ബന്ധം വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് അയാൾക്കൊരു അസുഖം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിരന്തരമായിട്ട് അത് ഓരോ ഗ്രഹങ്ങൾക്കനുസരിച്ച് ഓരോ തരത്തിലാണ് അസുഖങ്ങൾ വരുന്നത്. അപ്പം ജനനം മുതൽ മരണം വരെയുള്ള ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ വ്യക്തിക്ക് ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണം. ഈ കർമ്മം പൂർത്തീകരിക്കണം, ഈ ജേണി, ഈ ജനനം മുതൽ മരണം വരെയുള്ള ഈ ജേർണി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടോ അല്ലെങ്കിൽ ആരോഗ്യമുള്ളൊരു ശരീരമാണോ എന്നൊരു ചോദ്യം ഒരു ജ്യോതിഷിയുടെ മുന്നിലേക്ക് വരും. ആ വരുന്ന സമയത്ത് 1-ാം ഭാവാധിപൻ 5-9 ഭാവവുമായിട്ട് ബന്ധപ്പെട്ടാൽ പൂർവ്വജന്മമായിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു അനുഗ്രഹം, പൂർവ്വജന്മബന്ധം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ലഗ്നത്തിന്. അപ്പം ആരോഗ്യമുള്ളൊരു ശരീരം പൂർവികമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 1-ാം ഭാവാധിപൻ 6-ൽ പോവുക, 1-ാം ഭാവാധിപൻ 8-ൽ പോവുക, 8-ാം ഭാവാധിപൻ 1-ൽ വരിക, ഇതൊക്കെ 1-ാം ഭാവാധിപൻ 6-ൽ പോവുക, 6-ാം ഭാവാധിപൻ 1-ൽ വരിക, രാഹു, സാറ്റേൺ, ഈ ഗ്രഹങ്ങളുടെയൊക്കെ കേതു ഈ ഗ്രഹങ്ങളുടെയൊക്കെ ഒരു കോമ്പിനേഷൻസ് അതിന് വരിക ഒക്കെ വന്നാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളതും കൂടി ഓർത്ത് വെക്കുക. ഇപ്പം ലഗ്നാധിപൻ 6-ൽ പോവുക, അവിടെ 6-ാം ഭാവത്തിൽ രാഹുവും ശനിയും ഒക്കെ യോഗം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരും. അതുപോലെ തന്നെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ വരും. അതേപോലെ തന്നെ ഈ ശനി ഏതൊക്കെ ഭാവാധിപനാണെന്നുള്ളതനുസരിച്ച് ആ ഭാവാധിപത്യം അനുസരിച്ചൊക്കെ ഉള്ള അസുഖങ്ങൾ വരും. അതുപോലെ തന്നെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം എന്ന് പറയുമ്പോൾ ഇപ്പം ലഗ്നാധിപൻ 6-ൽ പോവുക, സാറ്റേൺ രാഹു കോമ്പിനേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ദശാവഹാര കാലങ്ങളിലൊക്കെ ഈ ബൗൾ സിൻഡ്രം പോലുള്ള പ്രശ്നങ്ങൾ, അതായത് പറഞ്ഞ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ്. അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അസുഖമുണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് മെഡിക്കൽ അസ്ട്രോളജി വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ഈ 12 ഭാവങ്ങളിലൂടെയും അസുഖങ്ങൾ വരാം. അപ്പം ഉദാഹരണത്തിന് ഇപ്പം സാറ്റേൺ രാഹു ബന്ധം വന്നിട്ട് 6-ാം ഭാവം അത് ചില നക്ഷത്രങ്ങളും ചില രാശിയുമായിട്ട് ബന്ധപ്പെട്ടാൽ ലോവർ അബ്ഡോമിനൽ ഏരിയ അല്ലെങ്കിൽ
അതേപോലെ കോൺസ്റ്റിപ്പേഷൻ, അല്ലെങ്കിൽ ശനി പൊതുവെ ശരീരത്തിൽ നിന്ന് അഴുക്കുകൾ പുറന്തള്ളുന്ന ക്ലീനിങ് ആണ്, ശരീരത്തിൻ്റെ ക്ലീനിങ് പ്രോസസ്സുകളാണ് നടത്തുന്നത്. അപ്പം അങ്ങനെ ക്ലീനിങ് പ്രോസസ്സുകൾ നടത്തുന്ന അവയവങ്ങൾക്ക് പ്രശ്നം വരിക. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്ററാണ് ബുധൻ. അപ്പോൾ ശരീരത്തിലെ ഇൻഫർമേഷൻസ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ബുധൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയകളാണ്. ത്വക്കും ബ്രെയിനും ന്യൂറോൺസും ന്യൂറൽ ട്രാൻസ്മിറ്റേഴ്സും എല്ലാം മെർക്കുറിയാണ്. അപ്പം മെർക്കുറിക്ക് ഒരു ഇഷ്യൂ വന്നാൽ, മെർക്കുറി ഒരു സൂചന നമുക്ക് തരുന്നുണ്ടെങ്കിൽ അയാൾക്ക് ന്യൂറൽ ഇഷ്യൂസിനുള്ള സാധ്യതകൾ ഉള്ള ജാതകത്തിലുണ്ട്. അങ്ങനെ ഓരോ ഗ്രഹത്തിനുമുണ്ട്. ഇപ്പം വ്യാഴം വളരെ നല്ല ഗ്രഹമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ലഗ്നത്തിൽ വ്യാഴം നിൽക്കുക, വ്യാഴം അല്ലെങ്കിൽ ലഗ്നാധിപൻ 6-ൽ പോവുക, അത് വ്യാഴത്തിൻ്റെ യോഗത്തിലൊക്കെ വരിക, വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലൊക്കെ വരിക, വ്യാഴകം മാരകനോ ബാധകാധിപനോ ഒക്കെ ആവുകയാണെങ്കിൽ ശരീരത്തിലെ കൊഴുപ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. കൊഴുപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ സൂര്യനാണെങ്കിൽ ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൃദയം തകരുന്ന രീതിയിലുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഈഗോയാണല്ലോ സെൻട്രൽ പോയിൻ്റാണ്. സൗരയൂഥത്തിൻ്റെ സെൻട്രൽ പോയിൻ്റ് രവി ആയത് പറഞ്ഞ പോലെ നമ്മുടെ സെൻട്രൽ പോയിൻ്റ് ഈഗോയാണ്. അപ്പം ഈഗോ പൊട്ടുന്ന രീതിയിലുള്ള മാനസികാരോഗ്യക്കുറവ്, പെട്ടെന്ന് ഈഗോ ഹെർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മാനസികാവസ്ഥകൾ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ ശുക്രൻ ഡയബറ്റിക്സിൻ്റെ ആളാണ്, കിഡ്നിയുടെ ആളാണ്, അതേപോലെ തന്നെ സ്പേമിൻ്റെ ആളാണ്, ലൈംഗികതയുടെ ആളാണ്. അപ്പോൾ ആ വിഷയങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ വരാം. അതേപോലെ തന്നെ ഇമോഷണലായിട്ട് ബ്രേക്കപ്പുകൾ നിമിത്തമുള്ള അസ്വസ്ഥതകൾ, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് നിമിത്തമുള്ള അസ്വസ്ഥതകൾ, ഇതൊക്കെ ഉണ്ടാകും. ഒരുപാട് തരത്തിലുള്ള അഡിക്ഷൻസ്, ശുക്രൻ്റെ രാഹു കോമ്പിനേഷൻസൊക്കെ അഡിക്ഷൻ നിമിത്തമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പഠിക്കാം. സെക്ഷൽ ഡിസയേഴ്സ്, സെക്ഷൽ അഡിക്ഷൻസ്, അതേപോലെ ആൽക്കഹോളിക് അഡിക്ഷൻസ്, അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ. ഒരാളുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയൊക്കെ ഏതൊക്കെ വിഷയത്തോടെ നമുക്കൊരു സാധ്യത വരും എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതുവരെ ഞാൻ ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം എനർജികളെക്കുറിച്ച് പറഞ്ഞു, ഈശ്വരനെക്കുറിച്ച് പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഈശ്വരാനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇതൊന്ന് ചിന്തിച്ചു നോക്കിയേ. എവറി ആക്ഷൻ ഈസ് എ തോട്ട് മെയ്ഡ് മാനിഫെസ്റ്റേഷൻ എന്നല്ലേ? എല്ലാ ആക്ഷൻസും, എല്ലാ പ്രവൃത്തികളും ചിന്തകളുടെ ബാഹ്യാവിഷ്കാരങ്ങളാണ് ആണല്ലോ. എല്ലാ ആക്ഷൻസ് ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട്, ഞാൻ വെട്ടിയൊരുക്കി വെച്ചിരിക്കുന്ന ഈ മീശ, ഞാൻ ചെയ്യുന്ന നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ മൈക്രോഫോൺസ്, ഈ ക്യാമറ, സർവ്വ വിഷയങ്ങളും ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഓരോരുത്തരുടെ ചിന്തയുടെ ബാഹ്യാവിഷ്കാരമല്ലേ? ആ ചിന്തയുടെ റീസൺ എന്താണ്? എന്തുകൊണ്ട് ഈ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു? എല്ലാം ആക്ഷൻ്റെ പിന്നിലും ഒരു തോട്ടുണ്ട്. ആ തോട്ടിൻ്റെ റീസൺ എന്താണ്? ആ റീസണെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പം ആ റീസണ് നേർക്കുള്ള കണ്ണാടിയാണ്. ആ റീസൺ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഗ്രഹനില. അതൊരു റിഫ്ലക്ഷനാണ്, കർമ്മയുടെ റിഫ്ലക്ഷനാണ്. വാസ്തവത്തിൽ ഗ്രഹങ്ങൾ അനുഗ്രഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നില്ല. അവരവരുടെ പാറ്റേണിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും അങ്ങോട്ടും ഇങ്ങോട്ടും എൻറ്റാങ്കിൾ ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ഈ ഒരു വിഷയം വെച്ച് തന്നെ അതിനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവത്തിൽ ജാതക ചിന്ത ജന്മോദ്ദേശത്തിൻ്റെയും അതിന് കാരണമായിട്ടുള്ള കർമ്മത്തിലേക്കുമുള്ള സൂചനയാണ് നമുക്ക് നൽകുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരാളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, ഒരാളുടെ ഹെൽത്തിന് എന്താണെന്ന് ചോദിച്ചാൽ ലഗ്നാധിപൻ്റെ ബലമാണ് പ്രധാനം. ലഗ്നാധിപൻ കേന്ദ്ര ത്രികോണ സ്ഥാനങ്ങളിൽ നിൽക്കുകയും ലഗ്നാധിപൻ്റെ തന്നെ നക്ഷത്രത്തിൽ നിൽക്കുകയും പാപകർത്തരി യോഗമുണ്ടാവാതിരിക്കുകയും ലഗ്നാധിപന് മറ്റൊരു പാപഗ്രഹങ്ങളുടെയും വീക്ഷണമില്ലാതിരിക്കുകയും 5-9 ഭാവാധിപന്മാരുമായി യോഗം വരികയും സ്വതന്ത്രനായും ഒക്കെ നിൽക്കുകയാണെങ്കിൽ അയാൾ ആരോഗ്യമുള്ള ആളായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള അടുത്ത വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമസ്കാരം.